ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ജനുവരി 6 ധനഹ തിരുനാളാണ്. ഉദയം അഥവാ പ്രത്യക്ഷീകരണം എന്നാണ് ഈ വാക്കിനർത്ഥം. യേശുവിന്റെ ജനന വാർത്ത ആദ്യമായി അറിഞ്ഞത് ദരിദ്രരായ ആട്ടിടയരാണ്. യേശു ജനിച്ചത് ദരിദ്രരെ സ്നേഹിക്കാൻ കൂടിയാണെന്നുള്ളത് തെളിയിക്കുന്നു. അടുത്ത സന്ദേശം ലഭിക്കുന്നത് വിജാതീയരായ 3 പൂർവ്വ രാജാക്കന്മാർക്കാണ്. യേശു ജനിച്ചത് വിജാതീയർക്ക് വേണ്ടി കൂടിയാണെന്ന് തെളിയിക്കുന്നു. അവർ കാഴ്ചവെച്ചതോ പൊന്നും മീറയും കുന്തിരിക്കവും. പൊന്ന് രാജത്വവും, മീറ മനുഷ്യത്വവും, കുന്തിരിക്കം ദൈവത്വവും തെളിയിക്കുന്നു. യേശുവിന്റെ ജ്ഞാനസ്നാനത്തോട് ബന്ധപ്പെടുത്തിയും ധനഹയെ കാണുന്നുണ്ട്. ധനഹ നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? നാം സഹനങ്ങൾ നേരിടുമ്പോൾ യേശുവിന്റെ ആ പീഡാസഹനത്തോട് ചേർത്ത് സഹിക്കണം. ദൈവാരാധന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റണം. ഒപ്പം രാജകീയ പുരോഹിത ഗണമെന്ന നിലയിൽ നാം ദൈവത്തിന്റെ വരദാന ഫലങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ സ്വന്തമാക്കാൻ വിളിക്കപ്പെട്ടവരാണെന്ന് തിരിച്ചറിയണം. പ്രാർത്ഥനയിലൂടെയും വചന ധ്യാനത്തിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെയും ഇത് സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങളെല്ലാവരും അനുഗ്രഹമാണ്, അനുഗ്രഹിക്കപ്പെട്ടവരാണ്, അനേകർക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരുമാണ്. ദൈവത്തിന്റെ കരം പിടിച്ച് മുന്നേറണ്ടേ? ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. ആമേൻ.